yummy. ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരമായ ഒരു കോമ്പിനേഷനിൽ രണ്ടാമത്തെ ഐറ്റമാണ്. ഒന്നാമത്തെ ഐറ്റം ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഐറ്റം, അതായത് കപ്പയും മീനും. അതിൽ കപ്പയുടെ പോസ്റ്റ് ചെയ്തു. ഇത് മീൻ കറി എങ്ങനെ ഉണ്ടാക്കാം? എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാം മീൻ കറി ഉണ്ടാക്കുന്നത് അല്ലേ. പക്ഷെ ഓരോരുത്തരുടെയും മീൻകറി അവരുടെ ആ കൈപുണ്യം കൊണ്ട് വ്യത്യസ്തമായിരിക്കും. കപ്പയും മീൻകറി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ മനസ്സിലും കപ്പയുണ്ട്, ആ മീൻകറി പല വിധത്തിലാണ്. നമുക്ക് തേങ്ങ അരച്ച് മീൻകറി വയ്ക്കാം, തേങ്ങാപ്പാൽ വെച്ച് മീൻകറി വയ്ക്കാം, ഇത് രണ്ടുമില്ലാത്ത മീൻകറി വയ്ക്കാം, ചുമന്ന മീൻകറി, മഞ്ഞ മീൻകറി, ഇങ്ങനെ പലതും. അപ്പം ഇന്ന് എൻ്റെ ഈ കോമ്പിനേഷനല്ലേ മീൻകറി. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കപ്പയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നാം തരം അല്ലേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമേ കുടംപുളി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. കുടംപുളി നല്ലോണം കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് നല്ലോണം തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5-2 മിനിറ്റ് അത് തിളയ്ക്കാൻ വെക്കണം. കുടംപുളി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. മീൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടാക്കുക. കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമുളക് പൊട്ടിച്ച് ഇട്ട് ഒന്ന് ഇളക്കി ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. ഉലുവ ഇടുണ്ടെങ്കിൽ മീൻകറി ഉണ്ടാക്കുന്നതിലേക്ക് ഉലുവപ്പൊടിയായിട്ട് ഇടുക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് വഴറ്റാം. ഉള്ളി ശരിക്കൊന്ന് വഴറ്റി വന്നിട്ട് ഫസ്റ്റ് സെറ്റിലുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം എന്ന് പറഞ്ഞാൽ പുളിയും വെള്ളവും കൂടെ ഉള്ളത്. അത് വെള്ളം തികഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഈ മീൻ ഇടുമ്പോഴത്തേക്കും അത് ഒരു 1/4 ഭാഗമെങ്കിലും അതിൽ മുങ്ങിയിരിക്കണം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ സെക്കൻഡ് സെറ്റിലുള്ള മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ, ഇവിടെ ഞാൻ കിളിമീനാണ് എടുത്തിരിക്കുന്നത്, അതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ഓർക്കണേ. ഉപ്പിടാം. 3ാമത്തെ സെറ്റ് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഏകദേശം 6 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇത് മൂടി വെച്ച് വീണ്ടും കുക്ക് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് 1 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മീൻകറി, അടിപൊളി മീൻകറി റെഡി. ഇനി കപ്പയും കൂടെ എടുത്ത് മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.